ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഹോം മെയ്ഡാണ്, നമുക്ക് ഈസി മെത്തേഡിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കേഴ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കവായി ക്യൂട്ട് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സോ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറേ കണ്ടപ്പോൾ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്നൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇതന്നെ എടുക്കുക. ഇത് കുറച്ചുകൂടി ക്യൂട്ടും എസ്തറ്റിക്കുമായിട്ടും ആയിട്ട് തോന്നി എനിക്ക് കേട്ടോ. അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇനി നമുക്കതൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കളറും കൊടുക്കുക. കളറ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒന്ന് CD മാർക്കർ കൊണ്ട് ഒന്നുകൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വലിയ സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ചും കൊണ്ട് വരയ്ക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ കറുപ്പ് സ്കെച്ച് ഇല്ലാത്തതുകൊണ്ടാണ് CD മാർക്കർ കൊണ്ട് വരച്ചത്. CD മാർക്കർ കൊണ്ട് വരച്ചാൽ തന്നെ നല്ല വൃത്തിക്ക് കിട്ടും. ഇനി നമ്മൾ അതുമ്മ ബോർഡറല്ല, അതിൻ്റെ മേലെ കൂടെ വരയ്ക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ ആ വരേൻ്റെ അടുത്ത് വരയ്ക്കരുത്. ആ വരച്ചാൽ പിന്നെ അത് കാണില്ല. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ സെല്ലോ ടാപ്പ് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം വെട്ടാൻ കേട്ടോ. വെട്ടിയാൽ നല്ല രീതിക്ക് നിൽക്കും, ഒട്ടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കണമല്ലോ. അതിന് നമ്മൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പേപ്പറില്ലേ, പേപ്പറിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചാൽ മതി. സെല്ലോ ടാപ്പ് ഒട്ടിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പറിക്കാനും അതിനൊക്കെ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒട്ടിക്കണ കണ്ടോക്കൂ. ഗൈസ്, എല്ലാതും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നമുക്കിതൊക്കെ ഒന്ന് റെഡി ആണോ നോക്കണ്ടേ, നന്നായി ഹെൽപ്ഫുൾ ആണോ നോക്കാം. ഗൈസ്, നല്ല രീതിക്ക് ഒട്ടുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.